കാഹളമുയരുന്നു വാനമേഘങ്ങളിൽ, പിറവിതൻ സന്ദേശം സ്വർഗീയ ദൂതരാൽ. പിറവി 23-ാം ദിവസം. ഭൂമിയിൽ പറന്ന സ്വർഗീയ രാജനായ ഉണ്ണിയേശുവിന് പൊന്നാടിയോ സ്വർണത്തിൻ്റെ മേലങ്കിയോ ഒന്നുമില്ലാതെ അവൻ ആ പുൽക്കൂട്ടിൽ ശയിക്കുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ കാണാൻ പറ്റും ഉയരുന്ന ഒരു ജ്വാല പോലെ സ്വർഗീയ സ്നേഹത്തിൻ്റെ ഒരു വലിയ അനുഭവം. അവന് വേണ്ടി തപ്പുകൂട്ടുവാനോ കിന്നരം മീട്ടുവാനോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ആനന്ദ ഗാനങ്ങൾ പാടുവാൻ ആരും ഉണ്ടായിരുന്നില്ല. പൈതാഹം അകറ്റാൻ, വിശപ്പടക്കാൻ, അമ്മിഞ്ഞ പാല് നൽകാൻ പോലും പറ്റാത്ത രീതിയിൽ ആ ഉണ്ണിയുടെ അമ്മയും അത്തരത്തിൽ ആയിരിക്കുന്ന ഒരു വലിയ അനുഭവം, പുൽക്കൂടിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഒന്നുമില്ലായ്മയുടെ ശൂന്യവൽക്കരണത്തിൻ്റെ വലിയൊരു അനുഭവം അനുഭവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഉണ്ണിയേശു ആ പുൽക്കൂട്ടിൽ അവതരിച്ചിരിക്കുന്നു. നമുക്കും ബത്ലഹേമിലെ ആ പുൽക്കൂട്ടിലേക്ക് പോകാം. ആ രാജാതിരാജനെ കണ്ട് ഏറ്റവും ആനന്ദത്തോടെ അവനായി നമുക്ക് കാഴ്ചകൾ നൽകാം. പൊന്നാടയും സ്വർണമേലങ്കിയും ഇല്ല, ഭൂവിൽ പിറന്നൊരാ പൊൻപൈതലിൽ, കൺകളിൽ കണ്ടു ഞാൻ ഉയരുന്ന ജ്വാലയായി സ്വർഗീയ സ്നേഹത്തിൻ മന്ദസ്മിതം. പൊന്നാടയും സ്വർണമേലങ്കിയും ഇല്ല, ഭൂവിൽ പിറന്നൊരാ പൊൻപൈതലിൽ, കൺകളിൽ കണ്ടു ഞാൻ ഉയരുന്ന ജ്വാലയായി സ്വർഗീയ സ്നേഹത്തിൻ മന്ദസ്മിതം. തപ്പുകൾ കൊട്ടുവാൻ, കിന്നരമോതുവാൻ, കാൽത്താരി വയ്ക്കുവാൻ ആരുമില്ല, പൈതാഹം മാറ്റുവാൻ, അമ്മിഞ്ഞ പാലേകാൻ അമ്മയ്ക്കോ തെല്ലതും ആവതില്ല. തപ്പുകൾ കൊട്ടുവാൻ, കിന്നരമോതുവാൻ, കാൽത്താരി വയ്ക്കുവാൻ ആരുമില്ല, പൈതാഹം മാറ്റുവാൻ, അമ്മിഞ്ഞ പാലേകാൻ അമ്മയ്ക്കോ തെല്ലതും ആവതില്ല. പോക നാം കൂട്ടരെ ബത്ലഹേം പുൽക്കൂട്ടിൽ, രാജാതിരാജനായി നൃത്തമാടാൻ, ആനന്ദ കുന്തിലനായിരട്ടെ അവൻ തൻ പ്രിയ മക്കൾ തൻ കാഴ്ചകളിൽ. പോക നാം കൂട്ടരെ ബത്ലഹേം പുൽക്കൂട്ടിൽ, രാജാതിരാജനായി നൃത്തമാടാൻ, ആനന്ദ കുന്തിലനായിരട്ടെ അവൻ തൻ പ്രിയ മക്കൾ തൻ കാഴ്ചകളിൽ.